മലപ്പുറം കൊണ്ടോട്ടിയിൽ മഴയെ തുടർന്ന് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ചേപ്പിലിക്കുന്ന് സ്വദേശി രാജേഷിന്റെ വീടിന്റെ മുറ്റവും മതിലുമാണ് ഇടിഞ്ഞു വീണത്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, വലിയ അപകടത്തിന് സാധ്യതയുണ്ടായിരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. വീടിനോട് ചേർന്നുള്ള മതിലും ആ സ്ഥലവും ആകെ ഇടിഞ്ഞു താണിരിക്കുന്നു. ആർക്കെങ്കിലും പരിക്കുണ്ടോ? ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. അതായത് ഈ മതില് വീട് ഉയർന്ന നിലയിലുള്ള വീടാണ്. അപ്പോൾ മതിൽ ഉയർത്തിക്കെട്ടിയ മതിലാണ്. അപ്പോൾ രാത്രിയോടുകൂടി തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയിലാണ് ഈ മതിലും വീടിന്റെ മുറ്റവും കൂടി താഴേക്ക് ഒലിച്ചിറങ്ങിയ തരത്തിൽ ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരായിരുന്നു ഈ രാജേഷിന്റെ വീട്ടിലുണ്ടായിരുന്നത്. കോയപ്പ രാജേഷിന്റെ വീട്ടിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അതിന് ചുറ്റുമായി ഈ ഒരു വേലി കെട്ടി നിയന്ത്രിക്കുന്നുണ്ട്. ആളുകൾ അങ്ങോട്ടൊക്കെ ഈ മതില് ഇടിഞ്ഞ വാർത്ത അറിഞ്ഞ ആളുകൾ എത്തുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നൊക്കെ ഉണ്ട്. നിലവിൽ എന്തായാലും ആശ്വാസകരമായ ഒരു സാഹചര്യം, ആശങ്കയ്ക്ക് വഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ സമാനമായ സ്ഥിതിഗതിയാണ്. തുടർച്ചയായി രാത്രികളിൽ മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം. രാവിലെ ആകുമ്പോൾ നേരിയ മഴയ്ക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഈ 3 ദിവസങ്ങളായും രാത്രി ശക്തമായ ഒരു മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും മലപ്പുറം ജില്ലയിലുള്ളത്. നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മുൻകാല സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. രതീഷ്, വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണിരിക്കുന്നു. കൊണ്ടോട്ടിയിലാണ് ഈ സംഭവം. മലപ്പുറത്തെ പൊതുചിത്രമാണ് അരുൺ അമർനാഥ് നൽകിയത്.